ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ കൈത്താക്കാലത്തിൻ്റെ 6-ാമത്തെ ആഴ്ചയിലാണ്. ഒന്നാം വായന ഉൽപ്പത്തി പുസ്തകം 8-ാം അധ്യായം 1 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. നോഹയെയും പെട്ടകത്തിലുണ്ടായിരുന്ന എല്ലാ ജീവജാലങ്ങളെയും കന്നുകാലികളെയും ദൈവം ഓർത്തു. അവിടുന്ന് ഭൂമിയിൽ കാറ്റ് വീശി, വെള്ളമിറങ്ങി, അഗാധങ്ങളിലെ ഉറവുകൾ നിലച്ചു, ആകാശത്തിൻ്റെ ജാലകങ്ങൾ അടഞ്ഞു, മഴ നിലയ്ക്കുകയും ചെയ്തു. ജലം പിൻവാങ്ങിക്കൊണ്ടിരുന്നു. 150 ദിവസം കഴിഞ്ഞപ്പോൾ വെള്ളം വളരെ കുറഞ്ഞു. 7-ാം മാസം 17-ാം ദിവസം പെട്ടകം അറാറാത്ത് പർവ്വതത്തിൽ ഉറച്ചു. 10 മാസത്തേക്ക് വെള്ളം കുറഞ്ഞുകൊണ്ടേയിരുന്നു. 10-ാം മാസം 1-ാം ദിവസം പർവ്വത ശിഖരങ്ങൾ കാണാറായി. 40 ദിവസം കഴിഞ്ഞപ്പോൾ നോഹ പെട്ടകത്തിൽ താനുണ്ടാക്കുന്ന കിളിവാതിൽ തുറന്ന് ഒരു മലങ്കാക്കയെ പുറത്തുവിട്ടു. വെള്ളം വറ്റുവോളം തങ്ങുമെങ്ങും പറന്നു നടന്നു. ഭൂമിയിൽ നിന്ന് വെള്ളം ഇറങ്ങിയെന്നറിയാൻ ഒരു പ്രാവിനെയും വിട്ടു. കാലുകുത്താൻ ഇടം കിട്ടാതെ പ്രാവ് പെട്ടകത്തിലേക്ക് തന്നെ തിരിച്ചു വന്നു. ഭൂമുഖത്തല്ല, അപ്പോഴും വെള്ളമുണ്ടായിരുന്നു. അവൻ പ്രാവിനെ കൈപിടിച്ച് പെട്ടകത്തിലാക്കി. 7 ദിവസങ്ങൾ കൂടി കഴിഞ്ഞിട്ട് കാത്തിട്ട് വീണ്ടും അവൻ പ്രാവിനെ പെട്ടകത്തിന് പുറത്തു വിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്ത ഒരു ഒലിവില അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. ചുരുക്കം ഇതാണ്. നമുക്കിത് വളരെ കാണാപ്പാടമാണ്. ഈ പ്രളയത്തിന് ശേഷം അവസാനം നോഹയുടെ പെട്ടകം അറാറാത്ത് എന്ന് പറയുന്ന ആ മലയിൽ ഉറയ്ക്കുന്നു. ഇന്ന് അറാറാത്ത് അത് തുർക്കിയിലുള്ളൊരു പ്രദേശമാണ്. ഇന്നും ആ പ്രദേശം ഉണ്ട്. അവിടെ വലിയൊരു മലയൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വെള്ളം ഇറങ്ങിയോ എന്ന് നോക്കാനായിട്ട് ആദ്യം ഒരു മലങ്കാക്കയാണ് പറഞ്ഞു വിടുന്നത്. അവൻ പോയ വഴിക്ക് പിന്നെ കണ്ടിട്ടില്ല, ഇതിലെയൊക്കെ പോയെന്ന് അറിയത്തില്ല. പക്ഷേ പിന്നീട് വിട്ടതാരെയാണ്? ഒരു പ്രാവിനെയാണ്. ഈ പ്രാവ് അതിനെങ്ങും ഇരിക്കാൻ മേല, കാരണം വെള്ളമാണല്ലോ എല്ലായിടത്തും. അത് തിരിച്ചു വന്നു. അപ്പോൾ അവന് മനസ്സിലായി യഥാർത്ഥത്തിൽ വെള്ളമുണ്ട്, ഇറങ്ങിയിട്ടില്ല. അതുകൊണ്ട് അതിനെ പിടിച്ച് പെട്ടകത്തിലാക്കി 7 ദിവസം കൂടി കാത്തിട്ട് വീണ്ടും അതിനെ വിട്ടു. വൈകുന്നേരമായപ്പോൾ പ്രാവ് തിരിച്ചു വന്നു. കൊത്തിയെടുത്തൊരു ഒലിവിൽ അതിൻ്റെ ചുണ്ടിലുണ്ടായിരുന്നു. വെള്ളമിറങ്ങിയെന്ന് നോഹയ്ക്ക് മനസ്സിലായി. അപ്പോൾ എന്തേ മലങ്കാക്കയ്ക്ക് എന്താ പറ്റിയത്? മലങ്കാക്ക കിട്ടിയത് മിക്കവാറും എന്താ സംഭവിക്കുക? ഈ വെള്ളത്തിൽ ഒരുപാട് സാധനങ്ങൾ ചത്തുപൊങ്ങി കിടക്കുന്നുണ്ടാവും. നന്നായിട്ട് നല്ലൊരു സദ്യ ആസ്വദിച്ചാണ് അവൻ. അവസാനം അവൻ സദ്യ ആസ്വദിച്ച് എവിടെയെങ്കിലും ഇരിക്കാൻ പറ്റണ്ടേ? അങ്ങനെ പറ്റാതായപ്പോൾ വെള്ളത്തിൽ വീണ് ചത്തുപോകാനാണ് സാധ്യത. ഇതെൻ്റെ ഭാവനയാണ് കേട്ടോ. നിങ്ങളാരും അത് ബൈബിളിലുണ്ടെന്ന് പറയരുത്. പക്ഷേ ഞാൻ വെറുതെ സങ്കല്പിക്കുകയാണ്. ഈ മലങ്കാക്ക എന്ന് പറയുന്നത് വലിയൊരു കാക്കയാണ്. കാക്കയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊത്തി തിന്നുക എന്നുള്ളതാണ്. അപ്പോൾ അവനിങ്ങനെ പറന്ന് നടന്ന് എല്ലാം തിന്ന് പിന്നെയാണ് മനസ്സിലായത് ഇരിക്കാനൊരു സ്ഥലമില്ലല്ലോ. അങ്ങനെ വെള്ളത്തിൽ ചാടിച്ചത്തു. പ്രാവ് നേരെ മറിച്ച് അതിങ്ങനെ ഇതൊന്നും തിന്നുന്ന ഒരു ജീവിയല്ല. അത് ഈ പറയുന്ന ധാന്യമൊക്കെ തിന്നുന്നതാണ്. അത് തിരിച്ചു വന്നു. മോശ കൊടുത്ത് ദൗത്യം നിർവഹിച്ചു. ഇവിടെ ഈ പ്രളയത്തിൻ്റെ കാരണം എന്തായിരുന്നു? യഥാർത്ഥത്തിൽ ഇതൊക്കെ തന്നെയല്ലാഞ്ഞോ? അനുസരണക്കേടല്ലേ? ദൈവം ദുഃഖിച്ചു എന്നാണ് പറയുന്നത്. മനുഷ്യനെ സൃഷ്ടിച്ചതിൽ ദൈവം ദുഃഖിച്ചു എന്നാണ് വചനം പറയുന്നത്. അപ്പോൾ ഈ മലങ്കാക്കയെ പോലെ നമുക്ക് തന്ന ദൗത്യ നിർവഹണത്തിൽ പരാജയപ്പെട്ട ഒരു മനുഷ്യ സമൂഹം, വെറുതെ പരാജയപ്പെടുക മാത്രമല്ല, ദൈവത്തിൻ്റെ സകല പ്രമാണങ്ങൾക്കും വിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യ സമൂഹം. നമുക്കറിയാമല്ലോ, ഈ പ്രളയമുണ്ടാകുന്ന സമയത്തും അപ്പോഴും ദൈവം ഒരാളെ നീതിമാനായിട്ട് കാണുന്നു, നോഹയെയും നോഹ കുടുംബത്തെയും പെട്ടകത്തിൽ കയറ്റുകയാണ്. പിന്നീട് നമുക്കറിയാം ലോത്തിനെയും കുടുംബത്തെയും ദൈവം രക്ഷിക്കുന്ന കഥയറിയാം, സോദോം ഗൊമോറ വരുമ്പോൾ. അപ്പോൾ ഇങ്ങനെയുള്ള ഈ സമയത്തെല്ലാം ദൈവത്തെ അനുസരിക്കുന്നവരുടെ ആ ചൈതന്യത്തെക്കുറിച്ചായി പറഞ്ഞു വരുന്നത്. ദൈവത്തെക്കുറിച്ച് എപ്പോഴും ഓർക്കുകയും അവനവനെക്കുറിച്ച് മറക്കുകയൊക്കെ ചെയ്യുന്നവരാണ് യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിൻ്റെ ഫലം ഉൾക്കൊണ്ട് ഈ ഫലദായകത്വമുള്ളവരായി മാറുന്നത്. ആ പ്രാവ് എപ്രകാരമാണ് ഫലദായകത്വമുള്ളതായി മാറി നോക്കുക. അതിനെ പുറത്തുവിട്ട് എന്തിനാണ്? വെള്ളം ഇറങ്ങിയോ എന്നറിയാൻ വേണ്ടിയിട്ടാണ്. സ്വന്തമായിട്ട് വെള്ളത്തിൻ്റെ മുകളിൽ കിടന്ന ധാന്യങ്ങളൊക്കെ കൊത്തി തിന്നാൻ വേണ്ടിയിട്ടല്ല. അതിന് നമുക്കറിയാം, ഈ നോഹ പെട്ടകത്തിനുള്ളിൽ ഭക്ഷണമൊക്കെ ധാരാളം ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. ദൈവത്തിൻ്റെ കൽപ്പന അനുസരിച്ച് പെട്ടകത്തിനകത്ത് പ്രവേശിച്ച എല്ലാ ജീവജാലങ്ങൾക്കും വേണ്ടി ഇഷ്ടം പോലെ ശേഖരിച്ച് വെച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ വെള്ളം ഇറങ്ങുന്നത് പുറത്തേക്ക് വിടുന്നത് വരെ ഈ പ്രാവ് തിന്നിട്ടുണ്ട്, ഈ മലങ്കാക്കയും തിന്നിട്ടുണ്ട്. എന്നിട്ടും അവന് മതിയായില്ല. അത്യാഗ്രഹമാണ്. ചുരുക്കത്തിൽ നമ്മളുടെ ഈ ജീവിതത്തിൽ ഈ സുവിശേഷം, ദൈവത്തിൻ്റെ വചനം യഥാർത്ഥത്തിൽ ആക്കണമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. ഈ പറയുന്ന പ്രാവിനെ പോലെ ഉത്തരവാദിത്വ ബോധമുള്ളവരാകുക. അതല്ലാതെ നമുക്ക് കുറേയധികം ഈ പറയുന്ന രീതിയിൽ ഭക്ഷണ സാധനവും സ്വത്തും എല്ലാം കണ്ടു കഴിയുമ്പം ആർത്തി പിടിച്ച് അതിൻ്റെ പിന്നാലെ പോയാൽ നമ്മുടെ തന്നെ ജീവിതം ഇല്ലാതാകും. ആ മലങ്കാക്കയെ പോലെ ഒരു പക്ഷേ വെള്ളത്തിൽ മുങ്ങിച്ചാകാനുള്ള ഗതികേടായിരിക്കും നമുക്കുണ്ടാവുക. നമ്മളൊരുപാട് സമ്പത്തൊക്കെ ശേഖരിച്ചു വെക്കും, പക്ഷെ
കർത്താവ് ചോദിക്കുന്നതിൽ പോഷ ഇന്ന് രാത്രിയിൽ നിൻ്റെ ആത്മാവിനെ ഞാൻ തിരിച്ചു വിളിക്കും. അപ്പോൾ ഇതൊക്കെ ആർക്കായിരിക്കും? ഈ ഒരു വസ്തുത നമ്മൾ നിരന്തരമായിട്ട് നമ്മളെ ഓർമ്മപ്പെടുത്തണം, നമ്മുടെ മക്കളെ ഓർമ്മപ്പെടുത്തണം. രണ്ടാമത്തെ വായന വെളിപാട് പുസ്തകത്തിൽ നിന്നാണ്. 21 അധ്യായം 9 മുതൽ 14 വരെയുള്ള വാക്യങ്ങളാണ്. അവസാനത്തെ 7 മഹാമാരികൾ നിറഞ്ഞ് 7 പാത്രങ്ങൾ പിടിച്ചിരുന്ന 7 ദൂതന്മാരിൽ ഒരുവൻ വന്ന് എന്നോട് പറഞ്ഞു, വരൂ, കുഞ്ഞാടിൻ്റെ മണവാട്ടിയെ നിനക്ക് ഞാൻ കാണിച്ചു തരാം. അനന്തരം അവൻ ഉയരമുള്ള ഒരു മലയിലേക്ക് ആത്മാവിലിനെ കൊണ്ടുപോയി സ്വർഗത്തിൽ നിന്ന് ദൈവസന്നിധിയിൽ ഇറങ്ങി വന്ന വിശുദ്ധ നഗരിയായ ജെറൂസലമിനെ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ്സുണ്ടായിരുന്നതിൻ്റെ തിളക്കം അമൂല്യ രത്നത്തിനും സൂര്യകാന്ത കല്ലിനുമൊപ്പം. അത് സ്ഫടികം പോലെ നിർമ്മലം. അതിന് ബൃഹത്ത് ഉന്നതമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങളിൽ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. വീണ്ടും പറഞ്ഞു വരുന്നു, 12 അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു നഗരത്തിൻ്റെ മതിലിന്. അവയിന്മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. ഈ പറയുന്നത് എന്താണ്? ഈ ഇറങ്ങി വരുന്ന ദൈവസന്നിധിയിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറൂസലമിനെ എനിക്ക് കാണിച്ചു തന്നു. അപ്പോൾ ഈ മഹാമാരികളൊക്കെ ഉണ്ടാകുമ്പോഴും ദൈവത്തിൻ്റെ സഭ ഇതുപോലെ ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. കർത്താവ് ചോദിക്കുന്നൊരു കാര്യമുണ്ട്, മനുഷ്യപുത്രൻ തിരികെ വരുമ്പോൾ ഈ ഭൂമിയിൽ വിശ്വാസം കാണുമോ? ചോദ്യത്തിന് അർത്ഥം എന്താണ്? ഒരുപാടൊന്നും കാണാൻ വഴിയില്ല, പക്ഷെ അതവിടെ ഉണ്ടാകും. 1969 മരിച്ചുപോയ നമ്മുടെ ബെനഡിക്റ്റ് പാപ്പ, അദ്ദേഹം മാർപ്പാപ്പയ്ക്ക് ആകുന്നതിന് മുമ്പ് ഒരു റേഡിയോ പ്രഭാഷണം നടത്തി. അതിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചു, ഒരു 10, 40, 50 കൊല്ലം കഴിയുമ്പോൾ സഭ എങ്ങനെ ഇരിക്കും? അദ്ദേഹം പറഞ്ഞു, അത് ഇന്നത്തേലും വളരെ പാവപ്പെട്ട സഭയായിരിക്കും. ഇന്നത്തേലും വളരെ ചെറിയ സഭ, അംഗസംഖ്യ കുറഞ്ഞതായിരിക്കും. ഇന്നുള്ള വലിയ ബസിലിക്കായിലൊക്കെ നിറച്ചുണ്ടെങ്കിൽ അന്നൊരു മൂലയെ കൊള്ളാൻ മാത്രമേ ഉണ്ടാകുള്ളൂ. അതുപോലെ സ്വാധീനമില്ലാത്ത സഭയായിരിക്കും. ഇന്ന് നമുക്ക് വലിയ രാഷ്ട്രീയ സ്വാധീനമുണ്ട്, പക്ഷെ അന്ന് ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അതായിരിക്കും യഥാർത്ഥമുള്ള സഭ. ആ സഭയിൽ പൗരോഹിത്യമുണ്ടാകും, പൊതുപൗരോഹിത്യം. ജനം മുഴുവൻ പുരോഹിത ജനമാണ്. അതുപോലെ ഓർഡൈൻഡ് മിനിസ്ട്രി, പൗരോഹിത്യം ഉണ്ടാകും. മാർപ്പാപ്പ പറഞ്ഞ് എത്രയോ സത്യമായി എന്ന് നമ്മളിന്ന് ചിന്തിച്ച് നോക്കുക. ഈ പറയുന്ന പീഡനങ്ങളിലൂടെയും മഹാമാരികളിലൂടെയും കടന്നു വന്നപ്പോൾ വലിയ സ്വാധീനമുണ്ടായിരുന്ന അംഗസംഖ്യ ഉണ്ടായിരുന്ന ആ സഭ ഇന്നില്ലാതായി. ഇനി അതില്ലാതാകും. പകരം ഇതുപോലെ ലോകത്തിൻ്റെ പുളിമാവായിട്ട് നിൽക്കും. നമ്മൾ ഈ സുവിശേഷം സ്വീകരിക്കുന്നവർ അല്ലെങ്കിൽ കേൾക്കുന്നവർ എല്ലാവരും അങ്ങനെ അതായത് ഇതുപോലെ ആയിത്തീരും നമുക്ക് ഉറപ്പൊന്നുമില്ല. അവസാനം വരെ പിടിച്ചു നിൽക്കുന്നവരാണ് രക്ഷ പ്രാപിക്കുന്നത്. അതുകൊണ്ട് ഈ ദൈവസന്നിധിയിൽ നിന്ന് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വിശുദ്ധ നഗരിയായ ജെറൂസലമിൽ എനിക്ക് കാണിച്ചു തന്നു. അതിന് ദൈവത്തിൻ്റെ തേജസ്സുണ്ടായിരുന്നു. അതിൻ്റെ തിളക്കം അമൂല്യമായ രത്നത്തിന് സൂര്യകാന്ത കല്ലിനുമൊപ്പം. അത് സ്ഫടികം പോലെ നിർമ്മലം. അതായത് കർത്താവിൻ്റെ ഭൗതിക ശരീരമാകുന്ന ക്രിസ്തു സമൂഹം ഈ ലോകത്തിലുണ്ടാകും. പീഡനങ്ങളൊക്കെ ഒരുപാടുണ്ടാകും, പക്ഷെ അതിൻ്റെ നടുവിലും നമ്മൾ പിടിച്ചു നിൽക്കും. അത് ഈ ലോകത്തുള്ള വലിയ സമൂഹങ്ങളൊന്നും ആയിരിക്കുകയില്ല, ചെറിയ സമൂഹങ്ങളായിരിക്കും. പക്ഷേ ഈ ചെറിയ സമൂഹങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ ലോകത്തെ പുളിപ്പിക്കുന്നത്. ഈ ലോകത്തെ പുളിപ്പിക്കുന്ന പുളിമാവായിട്ട് അത് നിലകൊള്ളും. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? അതിന് ബൃഹത്ത് ഉന്നതമായ മതിലും 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. ബൃഹത്തും ഉന്നതമായ മതിൽ എന്തിനാണ്? വലിയ ഈ കണ്ണൂർ സെൻട്രൽ ജയിലൊക്കെ നിൽക്കുകയാണ്. എല്ലാ ജയിലും അങ്ങനെയാണ്, വലിയ പൊക്കമുള്ള മതിൽ കാണും. കാരണം ഈ ജയിൽ പുള്ളികൾ മതിൽ ചാടാതിരിക്കാൻ വേണ്ടിയിട്ട്, അതുപോലെ പുറത്തുനിന്നുള്ളവർ അങ്ങോട്ട് കയറാതിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ്. ഇതുപോലെ 12 ബൃഹത്തായ ഉന്നതമായ മതിൽ, 12 കവാടങ്ങളും ഉണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ അതിന് സുശക്തമായിട്ടുള്ള ഒരു കാവൽ സേനയുണ്ട്. ആ കാവൽ സേന ആരാണ്? ആ കവാടങ്ങളിൽ 12 ദൂതന്മാർ. കവാടങ്ങൾ ഇസ്രായേൽ മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ എഴുതപ്പെട്ടിരുന്നു. മക്കളുടെ 12 ഗോത്രങ്ങളുടെ പേരുകൾ 12 കവാടങ്ങളുണ്ടായിരുന്നു. ആ 12 ഗോത്രങ്ങൾ ദൈവത്തിൻ്റെ ജനമാണ്. ആ ദൈവത്തിൻ്റെ ജനം ഇവരെയെല്ലാം ഈ അകത്തുള്ള നഗരത്തെ കാത്തു സൂക്ഷിക്കുന്നതെന്നാണ് ഈ പറഞ്ഞു വരുന്നത്. അതുപോലെ കിഴക്ക് 3 കവാടങ്ങൾ, വടക്ക് 3 കവാടങ്ങൾ, തെക്ക് 3 കവാടങ്ങൾ, പടിഞ്ഞാറ് 3 കവാടങ്ങൾ. നഗരത്തിൻ്റെ മതിലിന് 12 അടിസ്ഥാനങ്ങളുണ്ടായിരുന്നു. അവയിന്മേൽ കുഞ്ഞാടിൻ്റെ 12 അപ്പോസ്തലന്മാരുടെ പേരുകളും. വളരെ വ്യക്തമല്ലേ ഇത്? 12 അപ്പോസ്തലന്മാർ നമ്മൾക്ക് പകർന്നു തന്ന ആ സുവിശേഷത്തിൻ്റെ അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്ന ഒരു നഗരത്തെക്കുറിച്ചാണ് ഈ പറയുന്നത്. ആ നഗരം എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് കത്തോലിക്ക സഭയാണ്. പക്ഷേ നമുക്കറിയാം അത് കർത്താവിൻ്റെ ഭൗതിക ശരീരമായിട്ട് യഥാർത്ഥത്തിൽ ചേർന്ന് നിൽക്കുന്ന സമൂഹമാണത്. ഈ സമൂഹം നമ്മൾ കത്തോലിക്ക സഭയിൽ അംഗങ്ങളായതുകൊണ്ട്, ക്രൈസ്തവ സമൂഹത്തിൽ അംഗങ്ങളായതുകൊണ്ട് മുഴുവൻ നമ്മൾ ഈ ശരീരത്തോട് ചേർന്ന് നിൽക്കുന്ന അവയവങ്ങളായോ എന്നുള്ളതാണ് ചോദ്യം. ആയിട്ടില്ല എന്ന് നമുക്കറിയാം. നമ്മളിങ്ങനെ പേരുകൊണ്ടും ഭാഷ കൊണ്ടും
വസ്ത്രം കൊണ്ടുമൊക്കെ നമ്മൾ ഒരു പക്ഷേ അതിനോട് ചേർന്ന് നിൽക്കുന്നുണ്ടാകും. പക്ഷെ അതുകൊണ്ട് അതായി തീരില്ലല്ലോ. നമുക്കറിയാം, ഇപ്പോൾ ഈ കുറുക്കൻ വളരെ ബുദ്ധിമാനാണല്ലോ. അവൻ്റെ ദേഹത്ത് മുഴുവനും ഈ പുള്ളിപ്പുലിയുടെ പോലെ പുള്ളി കുത്തിവെച്ചാൽ അവൻ പുള്ളിപ്പുലി ആകുകയല്ലോ. ഇതുപോലെ തന്നെയാണ് നമ്മൾ ഈശോയുടെ ഒരു പടം ധരിച്ചതുകൊണ്ടോ ഒരു രൂപം ധരിച്ചതുകൊണ്ടോ കൊന്തയിട്ടുകൊണ്ട് നമ്മൾ ക്രിസ്ത്യാനിയാവോ? ഇല്ല. പകരം നമ്മൾ യഥാർത്ഥത്തിൽ ഈ രീതിയിൽ കർത്താവിൻ്റെ അവയവങ്ങളായി തീരണം. ഇതുപോലെ ഈ അപ്പസ്തോലന്മാരാകുന്ന അടിസ്ഥാനത്തിന്മേൽ പണിതുയർത്തപ്പെട്ട ഭവനമായി നമ്മൾ മാറണം. സുവിശേഷം, യോഹന്നാൻ്റെ സുവിശേഷം 6-ാം അധ്യായം 16 മുതൽ 24 വരെയുള്ള വാക്യങ്ങളാണ്. ഇവിടെ ഈ നിത്യജീവനെക്കുറിച്ചുള്ള ആ ഒരു പ്രബോധനമാണിത്. സ്വർഗത്തിൽ നിറങ്ങി വന്ന ജീവനുള്ള അപ്പം ഞാനാണ്. ഈ അപ്പം ഭക്ഷിക്കുന്നവർക്ക് മാത്രമേ നിത്യജീവൻ ഉണ്ടാവുകയുള്ളൂ. അപ്പം ഭക്ഷിക്കുക എന്ന് പറഞ്ഞാൽ കേവലം ഇന്ന് നമ്മൾ കഴിക്കുന്നത് പോലെ ഓസ്തി ചുമ്മാ തിന്നുക എന്നുള്ള അർത്ഥത്തിലല്ല. അപ്പമൊക്കെ വർദ്ധിപ്പിച്ച് കഴിഞ്ഞിട്ട് വൈകുന്നേരമായപ്പോൾ അവൻ്റെ ശിഷ്യന്മാർ കടൽക്കരയിലേക്ക് പോയി. അവർ ഒരു വള്ളത്തിൽ കയറി കടലിനക്കരെ കഫർനാമിലേക്ക് പുറപ്പെട്ടു. അപ്പോൾ നേരം ഇരുട്ടി തുടങ്ങി. ഈശോ അവരുടെ അടുക്കലെത്തിയിരുന്നുമില്ല. ശക്തിയേറെ കാറ്റടിച്ചിരുന്നുകൊണ്ട് കടൽ ക്ഷോഭിച്ചു. 25-30 സ്ഥാദിയോൻ ദൂരം തണ്ട് വലിച്ചു കഴിഞ്ഞപ്പോൾ ഈശോ കടലിന് മീതെ നടന്നു വള്ളത്തെ സമീപിക്കുന്നത് കണ്ട് അവർ ഭയപ്പെട്ടു. അവൻ അവരോട് പറഞ്ഞു, ഇത് ഞാനാണ്, ഭയപ്പെടേണ്ട. അവനെ വള്ളത്തിൽ കയറ്റാൻ അവരാഗ്രഹിച്ചു. പെട്ടെന്ന് വള്ളം അവർ ലക്ഷ്യം വെച്ചിരുന്ന കരയ്ക്കടുത്തു. അവിടെ ഒരു വള്ളം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്നും ശിഷ്യന്മാരോടുകൂടി ഈശോ അതിൽ കയറിയിരുന്നില്ല എന്നും ശിഷ്യന്മാർ തനിയാണ് പോയതെന്നും കടലിൻ്റെ മറുകര നിന്ന ആളുകൾ പിറ്റേ ദിവസം മനസ്സിലാക്കി. കർത്താവ് കൃതജ്ഞതാസ്തോത്രം ചെയ്ത് നൽകിയ അപ്പം ജനങ്ങൾ ഭക്ഷിച്ച ആ സ്ഥലത്തിനടുത്തേക്ക് തിബേരിയാസിൽ നിന്ന് മറ്റു വള്ളങ്ങൾ വന്നു. ഈശോയെ ശിഷ്യന്മാരും അവിടെ ഇല്ലായിരുന്നു. കണ്ടപ്പോൾ ജനക്കൂട്ടം വള്ളങ്ങളിൽ കയറി ഈശോയെ തിരക്കി കഫർനാമിലെത്തി. ഇതിൻ്റെ പശ്ചാത്തലം എന്താണ്? അവർക്ക് കർത്താവ് 5 അപ്പം കൊണ്ട് 5000 പേരെ തൃപ്തിപ്പെടുത്തി. അപ്പോൾ അവർക്ക് തോന്നി ഇത് മോശമില്ലാത്ത കാര്യമാണല്ലോ. ഈശോയുടെ പിന്നാലെ പോയത് എന്തിനാണ്? ഈ അപ്പം തിന്നാൻ വേണ്ടിയാണ്, ഭൗതികമായിട്ടുള്ള അപ്പം തിന്നാൻ വേണ്ടി. പിന്നീട് ഈശോ തുടർന്ന് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ എന്നെ അന്വേഷിച്ച് വന്നത് നശ്വരമായ അപ്പത്തിന് വേണ്ടിയാണ്. അപ്പം തിന്ന് സംതൃപ്തരായതുകൊണ്ടാണ് നിങ്ങൾ എന്നെ അന്വേഷിച്ച് വരുന്നത്. പക്ഷേ യഥാർത്ഥത്തിൽ ഞാൻ തരുന്ന അനശ്വരമായ അപ്പം, അതിനു വേണ്ടിയാണ് നിങ്ങൾ അധ്വാനിക്കേണ്ടത്. അത് ഞാൻ തന്നെയാണ്. ഞാൻ തന്നെയെന്ന് പറയുമ്പോൾ ഞാൻ പകർന്നു തരുന്ന വചനങ്ങളാണ്, എൻ്റെ മാതൃകയാണ്, ഞാൻ തരുന്ന പ്രചോദനമാണ്, എൻ്റെ ആത്മാവിനെ തന്ന് നിങ്ങൾ അതിലൂടെ പ്രവർത്തിക്കുന്ന കാര്യങ്ങളാണ്. യഥാർത്ഥത്തിൽ ആ അപ്പത്തെയാണ് നിങ്ങൾ അന്വേഷിക്കേണ്ടത്. അല്ലാതെ ഞാനുണ്ടാക്കി തരുന്ന അത്ഭുതത്തിലൂടെ ചെയ്തു വർദ്ധിപ്പിച്ചു തരുന്ന സാധാരണ അപ്പമല്ല. ഈ അപ്പം തിന്നാൽ നമുക്ക് ഇനിയും വിശക്കും. പക്ഷേ ഞാൻ തരുന്ന അപ്പം ഞാൻ തന്നെയാണ്, എൻ്റെ തന്നെ ശരീരരക്തങ്ങളാണ്. അത് നിങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അത് നിങ്ങൾ ഭക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നെ വിശക്കില്ല. പക്ഷേ നമുക്കറിയാം, നമ്മൾ എല്ലാ ദിവസവും കഴിക്കുന്നുണ്ടെങ്കിലും പിന്നെയും നമ്മൾക്ക് വിശപ്പുണ്ട്. അല്ലെങ്കിൽ നമ്മൾ കർത്താവ് പറഞ്ഞ രീതിയിൽ വിശപ്പില്ലാത്തവരായി മാറുന്നില്ല. വിശപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? കർത്താവ് ഉദ്ദേശം ഇത്രയേ ഉള്ളൂ. അതായത് നമ്മളിൽ ഈ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾ വന്നു കഴിയുമ്പോൾ അവിടുത്തെ പ്രകൃതിയുമായിട്ട് നമ്മൾ താതാത്മ്യം പ്രാപിക്കുന്നു എന്നുള്ളതാണ്. അങ്ങനെ നമ്മൾ താതാത്മ്യം പ്രാപിക്കാത്തതിൻ്റെ കാരണം എന്താണ്? അത് പൗലോസ് തൻ്റെ കൊരിന്ത്യർ ലേഖനം 1-ാം കൊരിന്ത്യർ ലേഖനം 11-ാം അധ്യായത്തിൽ പറയും. ചിലരൊക്കെ രോഗികളായിപ്പോയി, ചിലരൊക്കെ മരിച്ചുപോയി, ചിലരൊക്കെ ബലഹീനരായിപ്പോയി. കാരണം എന്താണ്? ആത്മശോധന കൂടാതെ ഇവർ കഴിച്ചു. കർത്താവിനിരിക്കാൻ പറ്റിയ സ്ഥലമാണോ നമ്മുടെ ഹൃദയമെന്ന്, നമ്മുടെ ശരീരമെന്ന്, നമ്മുടെ മനസ്സെന്ന് ചിന്തിക്കാതെ വെറുതെ കഴിച്ചു. അതാണ് പ്രശ്നം. മൃതശരീരത്തിലേക്ക് രക്തം കടക്കില്ലാത്തതുപോലെ, മരുന്ന് പ്രവേശിക്കില്ലാത്തതുപോലെ, ഒരു ഫലവും ഉളവാക്കാത്തതുപോലെ കർത്താവിൻ്റെ ശരീരരക്തങ്ങൾക്ക് നമ്മളിൽ ഒരു ഫലവും ഉളവാക്കാൻ കഴിയുന്നില്ല. അപ്പോൾ ഇവിടെ കർത്താവ് പറയുന്നത്, അതുകൊണ്ട് ഈ നമ്മൾ കർത്താവിനെ അന്വേഷിച്ച് പോകേണ്ടത് കേവലം ഇങ്ങനെയുള്ളൊരു നശ്വരമായ അപ്പത്തിന് വേണ്ടിയല്ല. പ്രത്യേക കർത്താവാകുന്ന അപ്പം നമ്മളിലുണ്ടാവുകയും നമ്മുടെ ശരീരത്തിൻ്റെ, നമ്മുടെ മനസ്സിൻ്റെ, ഹൃദയത്തിൻ്റെ, ചിന്തയുടെ, നമ്മുടെ സ്വഭാവത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യുമ്പോൾ നമുക്ക് ഈ വിശപ്പും ദാഹമൊക്കെ ഇല്ലാതായിത്തീരും. അപ്പോൾ നമുക്ക് വലിയ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയുള്ള പിടിവലിയും വാശിയും വൈരാഗ്യം വിദ്വേഷമൊക്കെ ഇല്ലാതെ തന്നെ ഇല്ലാതാകും. കാരണം നമ്മുടെ സ്വാർത്ഥതയിൽ നിന്നാണ് അതെല്ലാം വരുന്നത്. ഈശോയാകുന്ന ഈ പറയുന്ന അപ്പം കിട്ടിക്കഴിയുമ്പോൾ ഇതെല്ലാം നമ്മളിൽ ഇല്ലാതാകുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാകും. പ്രിയമുള്ളവരെ, ഈ ഫലാഗമകാലത്ത് ഇങ്ങനെയുള്ള ഫലങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.